സ്നേഹിച്ചിരുന്ന കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. പ്രതിജ്ഞ ചൊല്ലുന്നത് 3ാം ക്ലാസ്സിൽ നിന്ന് അമല ടീച്ചറെ. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. സെന്റ് സേവിയസിലെ കുട്ടികളുടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട മാസ്റ്റർ ആൽഫിൻ ജോസഫിനെ ഈ ആഘോഷവേളയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Respected principal, teachers and my dear friends, as we all know, we have gathered here to celebrate Children's Day. Firstly, let me tell you, why are we celebrating Children's Day on November 14th? In India, we celebrate Children's Day on November 14th as a tribute to Pandit Jawaharlal Nehru. The first Prime Minister of India, was born on November 14, 1889. Thus, you commemorate my birth anniversary as Children's Day in India. I was a prominent leader of Indian independence movement. I served as Prime Minister of India twice. I always shared a lovely bond with children and was very affectionate towards them. Children also loved and fondly called me Chacha Nehru. I advocated for children to have compulsory education. I also believe that children are the future of our nation. Hence, they should be nurtured and educated. On this special day, schools across country conduct various programs such as drama, speech, fancy dress competition, etc. Some schools conduct student rally as well. Before I conclude, I would like to share my famous quote: "The children of today will make the India of tomorrow. The way we bring them up will determine the future of the country." I would also like to wish you all very happy Children's Day. Thank you everyone. ശിശുദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കാനായി ചമക്കുളം ബ്ലോക്ക് ഡിവിഷൻ ശ്രീമതി ഷക്കീല അവരുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരുന്നു.
നിങ്ങൾക്കറിയാം, ഈ കോവിഡ് കാലത്ത് ശാരീരിക അകലം പാലിച്ചുകൊണ്ട് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടും അധ്യാപകരുടെ സ്നേഹസ്പർശമില്ലാതെ സ്കൂൾ മുറ്റത്ത് കാല് ചവിട്ടാതെ നമ്മളുടെ ഇത്തവണത്തെ ശിശുദിനം ആഘോഷിക്കാൻ നിർബന്ധിതരായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. COVID-19 എന്ന മഹാമാരി നമ്മളെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ട് ഏതാണ്ട് 1 കൊല്ലമാകാൻ പോകുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ അധ്യാപകരും രക്ഷിതാക്കളും നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നതിന് എവിടെ നിന്നാണ് അവർക്ക് ഈ ഊർജം ലഭിക്കുന്നതെന്ന്? അവർക്ക് കിട്ടുന്ന ഊർജം നിങ്ങളുടെ മുഖത്തെ മായാത്ത പുഞ്ചിരി ഒന്ന് മാത്രമാണ്. അവർ കഴിക്കുന്ന ഭക്ഷണമോ അവർക്ക് കിട്ടുന്ന ശമ്പളമോ അവർക്ക് ഇതിനുള്ള ഊർജം കിട്ടുന്ന ഒരു ഉറവിടമല്ല, മറിച്ച് നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി ഒന്ന് മാത്രമാണ് അവരെ ഇത്തരത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാ മഹാമാരികളും, എല്ലാ ഭൂകമ്പങ്ങളും, എല്ലാ പേമാരികളും, വെള്ളപ്പൊക്കങ്ങളും ഒക്കെ അതിജീവിച്ച പോലെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ജീവൻ മരണ പോരാട്ടത്തിലൂടെ മാനവരാശി നേടിയിട്ടുള്ള ഓരോ നേട്ടങ്ങളും പോലെ തന്നെ ഈ കോവിഡ് മഹാമാരിയെയും നമ്മൾ അതിജീവിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പഴയതിലും കൂടുതൽ ഊർജ്ജസ്വലതയോടെ, കൂടുതൽ കാര്യക്ഷമമായി നമ്മളുടെ നഗരങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മളുടെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുകയും നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള സമയം ഒട്ടും അകലെയല്ല. ഈ വേളയിൽ നിങ്ങളെ എനിക്ക് ഉണർത്തിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ കോവിഡ് കാലത്തിൻ്റെ അടച്ചുപൂട്ടലിൽ എന്താണ് നേടിയത്? ടിവിയുടെയും മൊബൈലിൻ്റെയും അടിമകളായി തലകുമ്പിട്ടിരുന്നുവോ? അതോ മണ്ണിനെയും മനുഷ്യരെയും അടുത്തറിയുവാൻ നിങ്ങൾ ശ്രമിച്ചുവോ? ഇതാണ് ഞങ്ങളിലുണ്ടാകുന്ന ആശങ്ക. കാരണം ശിശുവികസന പദ്ധതി ഓഫീസർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ബൗദ്ധികവും ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ ഉന്നമനം കാക്കുന്നവരാണ് ഞങ്ങൾ. ആ സ്ഥിതിക്ക് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഉന്നമനത്തെക്കുറിച്ച് ആശങ്കാകുലരാണ് ഞങ്ങൾ. രണ്ടാമതായി, പുഞ്ചിരി നിലനിർത്തുക. മറ്റുള്ളവർക്ക് പുഞ്ചിരിക്കുവാൻ നിങ്ങൾ കാരണക്കാരാവുക. ഇതാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് നൽകാവുന്ന മറ്റൊരു വലിയ സമ്മാനം. നിങ്ങളുടെ ഭാവിയിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹവാത്സല്യത്തോടെ, സ്നേഹസ്പർശനത്തോടെയുള്ള ഒരു ശിശുദിന ആശംസ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വിനീതമായ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ശിശുദിന ആഘോഷത്തോടനുബന്ധിച്ചുള്ള കൊച്ചു കുട്ടികളുടെ കലാവിരുന്നിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നവംബർ 14 നമ്മളുടെ ചാച്ചാജിയുടെ പിറന്നാൾ. ഇതിനെ അനുസ്മരിച്ച് ഞാൻ ഇന്നൊരു പാട്ട് പാടാൻ പോവുകയാണ്. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ, ശിശുദിനമായി നാം എന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ, ശിശുദിനമായി നാം എന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ, ശിശുദിനമായി നാം എന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ. ജയ് ഹോ ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നീർത്തുപ്പിയാണ്. അതിന് ആവശ്യമുള്ള സാധനം ഒരു പേപ്പർ മാത്രമാണ്. നമ്മൾ ഇരുവശങ്ങളും പിന്നെ നമ്മൾ നെടുവേം എടുക്കണം. പിന്നെ നമ്മൾ കോണാകൃതിയിൽ ഇങ്ങനെ മടക്കണം.
വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റുക. പിന്നെ നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ ഇപ്പോഴത്തെ വശം ചെയ്തതുപോലെ സെയിം ഈ വശം ചെയ്യണം. ഇനി നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറ്റണം. ഇപ്പുറത്തെ വശവും അതുപോലെ ഇതിന്റെ അകത്തോട്ട് കയറ്റണം. നമ്മൾ ഇവിടെ തുറക്കുമ്പോൾ ഇങ്ങനെ ഇടും. അതടച്ചിട്ട് ഇപ്പുറത്ത് നമ്മൾ ഒരു ബോട്ട് പോലെ കിട്ടും. അത് നമ്മൾ പതുക്കെ കീറാതെ തുറക്കണം. നമ്മുടെ നെഹ്റു തൊപ്പി റെഡി. എന്റെ നെഹ്റു തൊപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ജയ് ചാച്ചാജി. ഞാൻ നിങ്ങളുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി. ഞാൻ ഇന്ദിരാഗാന്ധി. എന്റെ ജനനം 1917 നവംബർ 19. എന്റെ അച്ഛന്റെ പേര് ജവഹർലാൽ. എന്റെ അമ്മയുടെ പേര് ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഞാൻ. 1984 ഒക്ടോബർ 31 ബേബിയായിട്ടാണ് ഞാൻ മരിച്ചത്. ഹായ് കൂട്ടുകാരെ, ഞാൻ അനുജായ പച്ച സെന്റ് സേവിയേഴ്സ് UP സ്കൂൾ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ ഒരു ശിശുദിനത്തിനെ കുറിച്ചുള്ള പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ, ശിശുദിനമായി നാം എത്തും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ, ശിശുദിനമായി നാം എന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി, വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി, നിൽപ്പൂ നമ്മുടെ ചാച്ചാജി. നമസ്കാരം കുട്ടികളുടെ യുവജന സ്നേഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി അനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നാം ശിശുദിനമായി ആചരിക്കുന്നത്. ആധുനിക ഇന്ത്യക്ക് ഇണങ്ങിയ ഒരു രാഷ്ട്രീയ രൂപീകരണത്തിന് മികച്ച പങ്കുവഹിച്ച വ്യക്തിയാണ് നെഹ്റു. ഏറെ ഭാഗ്യമെന്ന് കരുതട്ടെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അല്ല, നമ്മൾ സ്വന്തം ചാച്ചാജി നമ്മളോടൊപ്പം അല്പസമയം ചിലവഴിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ചില കൊച്ചു മിടുക്കളെ കാണാൻ സന്മനസ്സോടെ എത്തുന്ന ചാച്ചാജിക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാർ. ഈ കൊറോണ കാലത്ത് ചില കൊച്ചു മിടുക്കരോട് അങ്ങേക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ഒരു അസാധാരണ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സുരക്ഷിതത്വം, മറ്റുള്ളവരുടെ സുരക്ഷിതത്വം നാം ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം. ഈ കാലത്തെ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ഒരു രാജ്യത്തിന്റെ വളർച്ച, പുരോഗതി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പങ്കാണ്. അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ
മാത്രമേ പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാജ്യം നിങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം ഏറ്റവും ഉന്നതി കൈവരിക്കാനും രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച ഞങ്ങളുടെ സെന്റ് സേവിയർസ് CB സ്കൂളിൽ വരികയും അല്പസമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ചാച്ചാജിക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരാരും നന്ദി അർപ്പിക്കുന്നു. നന്ദി. കോഡ് പശ്ചാത്തലത്തിൽ നിങ്ങൾ എല്ലാവരും വെർച്വൽ ശിശുദിന റാലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. എന്തുകൊണ്ടാണ് നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികളെ ഒത്തിരി സ്നേഹിക്കുകയും കുട്ടികളുമായി സംവദിക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്ത നെഹ്റുവിനോടുള്ള സ്മരണാർത്ഥമാണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇതിനാലാണ് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു പോകുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ചരിത്രകാരൻ, ഗ്രന്ഥകർത്താവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇന്ത്യയെ ഒരു മഹാശക്തിയാക്കണമെന്ന് നെഹ്റു എപ്പോഴും സ്വപ്നം കണ്ടിരുന്നു. കുട്ടികളിലൂടെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കുട്ടികളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകി. ബാലവേലയും കുട്ടികൾക്കെതിരായ അക്രമങ്ങളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. അതുകൊണ്ട് ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമുക്കും വളർന്ന് നന്നായി പഠിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം.
എല്ലാ കുഞ്ഞുമക്കൾക്കും ശിശുദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി.